ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ 3 സിനിമകൾ, 3 ആക്ഷൻ ത്രില്ലർ സിനിമകൾ, ഹോളിവുഡ് സിനിമകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ വന്നിട്ടുള്ളത്. ഏതൊക്കെ സിനിമകളാണ് നോക്കാം നമുക്ക്. അതിൽ ഒന്നാമത്തെ സിനിമ എന്നുള്ളത് ജേസൺ സ്റ്റാഥം പ്രധാന വേഷം കൈകാര്യം ചെയ്ത് സിൽവസ്റ്റർ സ്റ്റാലിൻ തിരക്കഥ എഴുതിയ സിനിമയാണ്. എ വർക്കിംഗ് മാൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ജേസൺ സ്റ്റാഥത്തിന്റെ സിനിമകളൊക്കെ നിങ്ങൾ കാണാറുണ്ടാവും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട നടനാണ് ജേസൺ സ്റ്റാഥം. പ്രത്യേകിച്ച് ആക്ഷൻ സിനിമകൾ, കിടലൻ ആക്ഷൻ രംഗങ്ങളായിട്ട് എന്താ പറയുക, നമ്മളെ കോരിത്തരിപ്പിക്കുന്ന ആക്ഷൻ രംഗങ്ങളായിട്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു താരമാണ് ജേസൺ സ്റ്റാഥം എന്ന് പറഞ്ഞ നായകൻ എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു സിനിമയുടെ പ്ലോട്ട് എന്താണെന്ന് നോക്കാം. ആദ്യം തന്നെ മുൻ റോയൽ മറൈൻ കമാൻഡോ ആയ നായകന് ഇപ്പോൾ പിന്നെ എന്താ പറയുക, ഇപ്പോൾ ചിക്കാഗോയിൽ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ഫോർമാനായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പോൾ അവിടെയുള്ള ആ ഒരു കമ്പനിയുടെ പിന്നെ എന്താ പറയുക, കമ്പനി നടത്തിപ്പുകാരുടെ മകളെ ഒരു ടീം തട്ടിക്കൊണ്ടുപോവുകയാണ്. ഇവന്റെ ബോസ് അതായത് നായകന്റെ ബോസ് നായകനോട് പിന്നെ ആവശ്യപ്പെടുകയാണ് ഇവരെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. പോലീസ് അന്വേഷിച്ച് നോക്കിയിട്ട് പോലീസുകാർക്ക് ഒരു തുമ്പും കിട്ടില്ല. പക്ഷെ പിന്നെ നമ്മുടെ നായകനോട് ആവശ്യപ്പെടുകയാണ്, പൈസ തരാം, നീ ഒന്ന് പിന്നെ എൻ്റെ മകളെ കണ്ടുപിടിക്കണം എന്നുണ്ട്. അതിന് രംഗത്തിറങ്ങുകയാണ് നമ്മുടെ നായകൻ. പിന്നീട് എന്ത് സംഭവിച്ചു, നായകൻ്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ഒക്കെയാണ് ഈ സിനിമയിൽ മൊത്തത്തിൽ പറഞ്ഞു പോകുന്നത്. ആക്ഷനുകൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ഷനുകൾ ഉണ്ട്. പക്ഷെ എന്നാലും സാധാരണ ജേസൺ സ്റ്റാഥം സിനിമകളിൽ കണ്ടുവരുന്ന രീതിയിലുള്ള കിടിലൻ സംഭവങ്ങളും കാര്യങ്ങളും ഒന്നും ഈ സിനിമയിൽ കാണാൻ സാധിച്ചിട്ടില്ല. എന്നാലും ഒരു തവണ കണ്ടു നോക്കാവുന്ന ഒരു സിനിമ തന്നെയാണ് എ വർക്കിംഗ് മാൻ എന്നാണ് ഈ ഒരു സിനിമ എന്നുള്ളത്. എന്തായാലും കണ്ടു നോക്കാവുന്ന സിനിമയാണ്. ജേസൺ സ്റ്റാഥത്തിനൊക്കെ ഇഷ്ടമാണെങ്കിൽ, ആക്ഷൻ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്തായാലും ഒരു വൺ ടൈം വാച്ച് മൂവിയാണ് എ വർക്കിംഗ് മാൻ എന്നാണ് ഈ ഒരു സിനിമ എന്നുള്ളത്. സാധാരണ ജേസൺ സ്റ്റാഥം സിനിമകളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അത്രയും അങ്ങോട്ട് ഈ ഒരു സിനിമ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഈ സിനിമയുടെ ടോട്ടൽ ഡ്യൂറേഷൻ എന്നുള്ളത് 1 മണിക്കൂർ 50 മിനിറ്റ് ആണ് ടോട്ടൽ ഡ്യൂറേഷൻ എന്നുള്ളത്. ഇംഗ്ലീഷ് ഭാഷ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ സിനിമയാണ് നോക്കാം നമുക്ക്. രണ്ടാമത്തത് ഇതുപോലെ തന്നെ ഒരു ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. ബാങ്കോക്ക് ഡോഗ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമയുടെ പ്ലോട്ട് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, സ്പെഷ്യൽ ഏജന്റ് ആയിട്ടുള്ള നമ്മുടെ നായകൻ പിന്നെ ബാങ്കോക്കിലുള്ള ഒരു മയക്കുമരുന്ന് കടത്തുന്ന സംഘത്തിനുള്ളിലേക്ക് കടക്കുന്നതും പിന്നീട് ഉണ്ടാകുന്ന സംഭവങ്ങളും, എന്തിനാണ് ഈ ഒരു സംഘത്തിലേക്ക് ഈ നമ്മുടെ ഏജന്റ് ആയിട്ടുള്ള നായകൻ വരുന്നത്, പിന്നീട് ഉണ്ടാകുന്ന സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ് സിനിമയിൽ മൊത്തത്തിൽ പറഞ്ഞു പോകുന്നത്. ഈ സിനിമയുടെ നായകൻ്റെ ഒരു പ്രത്യേകത, നായകനെ കാണുമ്പോൾ നമുക്ക് ടോണി ചായനൊക്കെ ഓർമ്മ വരും. നായകൻ്റെ ആക്ഷൻ രംഗങ്ങളൊക്കെ കാണുന്ന സമയത്ത് ടോണി ചായനൊക്കെ ഓർമ്മ വരും. പക്ഷെ എന്നാലും ഈ സിനിമ സാധാരണ ആക്ഷൻ രംഗങ്ങളും കാര്യങ്ങളൊക്കെ ആക്ഷൻ സിനിമകളൊക്കെ നോക്കുകയാണെങ്കിൽ അത്രയും അങ്ങോട്ട് ക്വാളിറ്റിയിൽ ചെയ്തു വെച്ചൊരു സാധനമല്ല. സാധാരണ നമ്മൾ കാണുന്ന അത്ര ക്വാളിറ്റിയിൽ ഈ ഒരു സിനിമ വന്നിട്ടില്ല എന്നുള്ളതാണ്. ആക്ഷൻ കൊറിയോഗ്രാഫിയൊക്കെ അടിപൊളി ആയിരുന്നുവെങ്കിലും പക്ഷേ ആക്ഷൻ കൊറിയോഗ്രാഫി കുറച്ചുകൂടി നന്നാക്കാമായിരുന്നു തോന്നും. എന്നാലും 1.5 മണിക്കൂർ സിനിമയുടെ ടോട്ടൽ ഡ്യൂറേഷൻ വരുന്നുള്ളൂ. ഒരു തവണ കണ്ടു നോക്കാവുന്ന സിനിമ തന്നെയാണ് ബാങ്കോക്ക് ഡോഗ് എന്നാണ് ഈ സിനിമ എന്നുള്ളത്. പക്ഷേ എന്നാലും ഇതിൻ്റെ കളർ ഗൈഡ് മറ്റു കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു ലോ ബഡ്ജറ്റ് മൂവി ആയിട്ടാണ് അവർ ഈ സിനിമ ഇറക്കിയിട്ടുള്ളത്. ഇതിൻ്റെ VFX കാര്യങ്ങളൊക്കെ കുറച്ച് നേരെ ഈ ഒരു ആക്ഷനുകൾ കാണുന്ന സമയത്ത് ആ ഒരു മൂവിങ്ങും കാര്യങ്ങളൊക്കെ ഒരു ചെറുതായിട്ട് ലേറ്റായിട്ട് വരുന്ന പോലെയൊക്കെയുള്ള ഒരു ഫീല് വന്നു. എന്നാലും എന്താ പറയുക, അഭിനയിക്കാമെന്നുള്ള ആക്ഷനുകൾ നമ്മളുണ്ടല്ലോ, അഭിനയിക്കാമെന്നുള്ള ഒരു ഫീൽ ഉണ്ടല്ലോ, ആ ഒരു ഫീല് ഈ ഒരു സിനിമയിലെ ആക്ഷനുകളിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചൊരു ബോറടി ഉണ്ട്. എന്നാലും ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടാണ് തോന്നിയത്. ഏകദേശം 1.5 മണിക്കൂർ സിനിമയുടെ ദൈർഘ്യം വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ വലിയൊരു കുഴപ്പമില്ലാത്ത രീതിയിൽ കണ്ടു നോക്കാവുന്ന ഒരു സിനിമയാണ് ബാങ്കോക്ക് ഡോഗ് എന്ന ഈ ഒരു സിനിമ എന്നുള്ളത്. അടുത്ത സിനിമ, മൂന്നാമത്തെ സിനിമയാണ് നോക്കാം നമുക്ക്. സിനിമയുടെ പേര് വരുന്നത് ക്ലീനർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഒരു ആക്ഷൻ ത്രില്ലർ മൂവി കൂടിയാണ്. 1 മണിക്കൂർ 37 മിനിറ്റ് ആണ് സിനിമയുടെ ടോട്ടൽ ഡ്യൂറേഷൻ വരുന്നത്. സിനിമയുടെ സ്റ്റോറി എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, സിനിമയുടെ നായികയാണ് ഈ സിനിമയിൽ പ്രാധാന്യം. സിനിമയുടെ നായിക ഒരു വലിയ ബിൽഡിങ്ങിലെ പുറത്തുള്ള ഗ്ലാസ്സുകളൊക്കെ ക്ലീൻ ചെയ്യുന്ന ജോലിയായിരിക്കും നായികയ്ക്ക്. അപ്പോൾ ഒരു ദിവസം നായിക ഒരു വലിയൊരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന്, ഏകദേശം വലിയ ഒരു 10-50 നില ബിൽഡിംഗ് ആയിരിക്കും. ആ ബിൽഡിങ്ങിൻ്റെ പുറത്ത് നിന്ന് ഗ്ലാസ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ആ ഒരു ബിൽഡിങ്ങിൽ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ടാവും. വലിയ ആൾക്കാരൊക്കെ ഉണ്ടാവും. ആ ഒരു പരിപാടിയിലേക്ക് കുറച്ച് ആൾക്കാർ നുഴഞ്ഞു കയറുകയും അവരെയൊക്കെ ബന്ദികളാക്കുകയും ചെയ്യാണ്. അതിനുശേഷം നായിക അവിടുന്ന് രക്ഷപ്പെട്ടോ, നായികയാണോ അവരെ രക്ഷിക്കുന്നത്, എങ്ങനെയാണ് സംഭവം, എന്തിനാണ് അവർ ബന്ദികളാക്കിയിട്ടുള്ളത് എന്നുള്ള സംഭവങ്ങളൊക്കെ കാണിച്ചിരുന്ന ഒരു സിനിമയാണ് ക്ലീനർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്.
ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു സിനിമ തന്നെയായിരുന്നു. സിനിമ എന്തായിരിക്കും അവസാനം സംഭവിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഏകദേശം ഊഹിക്കാവുന്ന സംഭവങ്ങൾ തന്നെയാണ്. എന്നാലും ത്രില്ലിംഗ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റിയ സിനിമയാണ്. ഈ എന്ത് സംഭവിക്കും, അടുത്തെന്ത് സംഭവിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ത്രില്ലിംഗ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റിയ സംഭവം തന്നെയായിരുന്നു ക്ലീനർ എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ എന്നുള്ളത്. ക്ലൈമാക്സിലുള്ള ആക്ഷനുകളും പിന്നെ ബിൽഡിങ്ങിന് പുറത്തുകൂടെയുള്ള ആ ഒരു ക്ലീൻ ചെയ്യുന്ന സംഭവങ്ങളും കാര്യങ്ങളൊക്കെ VFX കാര്യങ്ങളൊക്കെ വളരെ മികച്ച രീതിയിൽ തന്നെ അവർ ചെയ്തിട്ടുണ്ട്. എന്തായാലും ആക്ഷൻ ത്രില്ലർ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്തായാലും കണ്ടു നോക്കാവുന്ന ഒരു സിനിമയാണ് ക്ലീനർ എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ മൂന്ന് സിനിമകളും ഇംഗ്ലീഷ് സബ് ടൈറ്റിലോട് കൂടിയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ എ വർക്കിംഗ് മാൻ, ബാങ്കോക്ക് ഡോഗ്, ക്ലീനർ, ഈ മൂന്ന് സിനിമകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ സിനിമകളൊക്കെ നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഈ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും